ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൽ ഔഷധ ഗുണമുള്ള കർക്കിടകക്കഞ്ഞി തയ്യാറാക്കി കുടിക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ശീലം നമ്മുടെ ഇടയിലുണ്ടല്ലോ. നല്ലൊരു കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം. ഈ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് നവര അരിയാണ് ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളത്. നവര അരി എന്ന് പറയുമ്പോൾ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു അരിയാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്ഷീണം കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഔഷധ ഗുണമുള്ള അരിയാണ് നവര അരി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറുപയറാണ്. ഇനി അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3ഉം കഴുകി വൃത്തിയാക്കിയ ശേഷം ഏകദേശം 8 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 3ഉം ഒന്നിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നല്ല പോലെ വെന്ത് ഇത് കുഴഞ്ഞ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ മാത്രം അരച്ചും ഇതിലേക്ക് ചേർക്കാം. ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവി എടുത്തതിൽ നിന്നാണ് ആ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമ്മളിത് വല്ലാതെ തിളപ്പിക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് നേരം ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെച്ച ശേഷം ഇത് ആ തേങ്ങാപ്പാലുമായിട്ട് ഒന്ന് മിക്സായി വരാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഒരു 3 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു താളിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഈ കൂട്ട് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കഴിക്കാനായിട്ട് നല്ലതാണ്. നടുവേദന, അതുപോലെ തന്നെ വാതസംബന്ധമായ രോഗങ്ങളുള്ളവർ എല്ലാം ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. എല്ലാവരും ഈ എൻ്റെ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി നിങ്ങൾ തയ്യാറാക്കുന്ന കർക്കിടകക്കഞ്ഞിയിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.